BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ആലങ്ങാട് പഞ്ചായത്തിന്റെ 8ഓളം പ്രദേശങ്ങളിൽ ശുദ്ധജല പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് ശുദ്ധജല വിതരണം നിലച്ചു. കുടിവെള്ളം ലഭിക്കാതെ നാട്ടുകാർ ദുരിതത്തിലായി. തിരുവാലൂർ മാളികംപിടിക തിരുവല്ലങ്ക് റോഡ്, ആലങ്ങാട് കാവ് പറവൂർ ആലുവ റോഡിൽ സിമിലിയ മുതൽ മാളികംപിടിക വരെയുള്ള സ്ഥലങ്ങൾ, കൊങ്ങാർപ്പള്ളി ഫാമേഴ്സ് ബാങ്കിന് സമീപം എന്നിവിടങ്ങളിലാണ് KCBയുടെ കേബിൾ ജോലികൾ മൂലം കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ പൊട്ടിയത്. ബുധനാഴ്ച വൈകിട്ടോടെ ഭാഗികമായി കുടിവെള്ള വിതരണം ആരംഭിച്ചതിനിടയിലാണ് ഇവിടങ്ങളിൽ പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതോടെ കുടിവെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ടം ഓടുകയാണ്. പലവിധ കാരണങ്ങളാൽ കുറേ മാസങ്ങളായി കൃത്യമായി കുടിവെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിലാണ് KCB അധികൃതരുടെ അനാസ്ഥ മൂലം വീണ്ടും ബുദ്ധിമുട്ടിലായത്. 16 മുതൽ ജല അതോറിറ്റിയുടെ ജോലികൾ നടക്കുന്നതിനാൽ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ജോലികൾ തീർന്നതിനാൽ ബുധനാഴ്ച മുതൽ പമ്പിംഗ് പുനരാരംഭിച്ചു. എല്ലായിടത്തും സുഗമമായി വെള്ളം കിട്ടിത്തുടങ്ങുന്നതിന് മുമ്പെയാണ് ഭൂമിക്കടിയിലൂടെ കേബിൾ വലിക്കുന്ന ജോലികൾ KCB ആരംഭിച്ചത്. റോഡിന്റെ വശങ്ങൾ മുറിച്ചാണ് കേബിൾ സ്ഥാപിക്കുന്നത്. ഇതോടെ 8 കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ജലവിതരണത്തിന് തടസ്സം നേരിട്ടു. ചിലയിടത്ത് റോഡുകൾ തകർന്നിട്ടുണ്ട്. BSNL, റിലയൻസ് എന്നിവയുടെ കേബിൾ ജോലികളും സമാന രീതിയിൽ നടക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം യാത്രക്കാർ ഉപയോഗിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. കൂടുതൽ സൗകര്യങ്ങളുമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അടിയന്തരമായി പരിഗണന ലഭിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് യാത്രക്കാർ. കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലെ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനായി നൂറുകണക്കിന് യാത്രക്കാരാണ് ഇവിടെ ആശ്രയിക്കുന്നത്. കാക്കനാട്, വൈറ്റ്ല മേഖലകളിലെ വ്യവസായ സ്ഥാപനങ്ങൾ, IT കമ്പനികൾ, മറ്റ് സംരംഭങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരങ്ങളും ഇവിടേക്ക് എത്തുന്നു. എന്നാൽ യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെയില്ല. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ എസ്കലേറ്റർ, ലിഫ്റ്റ് സൗകര്യമില്ലാത്തത് വലിയ പോരായ്മയാണ്. പടിക്കെട്ടുകൾ കയറി 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുകയെന്നതും പ്രായമായവർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ലിഫ്റ്റ്, എസ്കലേറ്റർ സൗകര്യമൊരുക്കണം. പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം 4ആയി വർദ്ധിപ്പിക്കണം. കൂടാതെ ഓവർബ്രിഡ്ജ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കണമെന്നും ഇതിനായി തങ്ങൾ തയ്യാറാക്കിയ രൂപരേഖ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും യാത്രക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് അധികൃതർ വ്യക്തമാക്കി. 100 മീറ്ററിൽ താഴെ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്ന് പടികൾ ഇറങ്ങി പ്ലാറ്റ്ഫോം ചുറ്റി സ്റ്റേഷനിൽ എത്താൻ ഏറെ നേരമെടുക്കും. വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ മാളുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റും പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ പോലെയുള്ള പാത റെയിൽവേ ഓവർബ്രിഡ്ജിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. പ്രവേശന ഭാഗത്തെ സുരക്ഷാ പരിശോധന, ടിക്കറ്റിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാകുമെന്നും അവർ വ്യക്തമാക്കി. വിവിധ പദ്ധതികളിലൂടെ എറണാകുളം ജില്ലയിൽ പൂർത്തീകരിച്ചത് 43 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ. ഇതിൽ 34 എണ്ണത്തിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞു. വില്ലേജ് ഓഫീസിലെത്തുന്നവർക്ക് ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കുക, മികച്ച സേവനം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മാറുന്ന കാലത്ത് സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ പെട്ടെന്ന് സേവനം ഉറപ്പാക്കലും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഓഫീസിൽ ലഭ്യമാക്കലും ഇതിലൂടെ സാധിക്കുന്നുവെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ചേന്നമംഗലം, കുന്നത്തുനാട്, പെരുമ്പാവൂർ, അയ്യമ്പുഴ, കുമ്പളങ്ങി, രായമംഗലം, കിഴക്കമ്പലം, മാറാടി, മൂത്തകുന്നം, കോട്ടുവള്ളി, കടമക്കുടി തുടങ്ങിയവയാണ് ഒടുവിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി നിർമ്മാണം പൂർത്തീകരിച്ചത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങളും ഗവേൺസിന്റെ സഹായത്തോടെയുള്ള സേവനങ്ങളും ഏത് സമയത്തും എവിടെ വെച്ചും ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളിൽ ഒരുക്കുന്നത്. സ്ഥലലഭ്യതയ്ക്കനുസരിച്ച് ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇവയിൽ പൊതുജനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്ക്, ഫ്രണ്ട് ഓഫീസ്, സന്ദർശകർക്കുള്ള മുറി, വില്ലേജ് ഓഫീസറുടെ മുറി, മറ്റ് ഉദ്യോഗസ്ഥർക്കുള്ള ഓഫീസ് മുറി, ഡൈനിങ് റൂം, റെക്കോർഡ് റൂം, ശൗചാലയം എന്നിവയുമുണ്ട്. ഫർണിച്ചർ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കക്കടാശ്ശേരി കാളിയ റോഡ് വികസനത്തിന്റെ ഭാഗമായി പുന്നമറ്റത്ത് കണ്ടെത്തിയ പുറമ്പോക്ക് ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയത് സംഘർഷം സൃഷ്ടിച്ചു. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന നിലപാടിൽ KSTP ഉദ്യോഗസ്ഥർ ഉറച്ചുനിന്നതോടെ വൻ പോലീസ് സന്നാഹത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി പുറമ്പോക്ക് ഭൂമി ഏറ്റെടുത്തു. 2022 ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുന്നമറ്റം പ്രദേശത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറിയവർ റോഡ് വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയിരുന്നു. എന്നാൽ പുറമ്പോക്ക് ഭൂമി വിട്ടു നൽകാത്ത ചില വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പുറമ്പോക്ക് ഏറ്റെടുക്കൽ താൽക്കാലികമായി നിലച്ചു. ഇതിനെതിരെ 2022
2022 കോടതി ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കക്കടാശ്ശേരി ഞാറക്കാട് റോഡ് വികസന സമിതി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പുറമ്പോക്ക് ഒഴിപ്പിക്കാൻ KSPT ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇന്നലെ രാവിലെ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനെത്തിയ KSTP അധികൃതരെ തടസ്സപ്പെടുത്താൻ വ്യക്തികളുടെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. വൻ പോലീസ് സന്നാഹത്തിൽ ഒഴിപ്പിക്കൽ പൂർത്തിയാക്കി. കക്കടാശ്ശേരി കാളിയാർ റോഡ് വികസന സമിതിക്ക് വേണ്ടി ചെയർമാൻ ഷിബു ഐസ്, കൺവീനർ എൽദോസ് പുത്തൻപുര എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് നേടിയത്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷിന് മികച്ച കളക്ടർക്കുള്ള പുരസ്കാരം. കേരളം സാക്ഷ്യം വഹിച്ച വ്യത്യസ്തമായ ദുരന്തം കൈകാര്യം ചെയ്യുക എന്ന ദൗത്യമായാണ് അദ്ദേഹം ജില്ലാ കളക്ടറുടെ ചുമതല ഏറ്റെടുക്കുന്നത്. കൊച്ചിയിലെ ശ്വാസം മുട്ടിച്ച് ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരത്തിനുണ്ടായ തീപിടുത്തം നേരിട്ടതിൽ അദ്ദേഹത്തിന്റെ നേതൃപാടവവും ഏകോപന ശേഷിയും നിർണായകമായിരുന്നു. ഇതുകൂടാതെ കളമശ്ശേരി ബോംബ് സ്ഫോടന വിഷയവും കരുതലും കൈത്താങ്ങും താലൂക്ക് അദാലത്തുകളും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും റീസർവേയും ലോക്സഭാ തെരഞ്ഞെടുപ്പും കൊച്ചിയിലെ കനാൽ നവീകരണവുമെല്ലാം അദ്ദേഹത്തിന്റെ കർമ്മശേഷിയെ ഊട്ടിയുറപ്പിച്ചു. വെല്ലുവിളികൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്ന് ജില്ലയെ സുരക്ഷിതമാക്കാൻ വഹിച്ച സേവനമാണ് 2025 മികച്ച ജില്ലാ കളക്ടർ എന്ന ബഹുമതിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരത്തിനൊപ്പം സബ് കളക്ടർക്കുള്ള പുരസ്കാരവും എറണാകുളം ജില്ല സ്വന്തമാക്കി. മികച്ച സബ് കളക്ടറായി ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീരയെയാണ് തെരഞ്ഞെടുത്തത്. ഒപ്പം ഡിജിറ്റൽ സർവേയുടെ ബെസ്റ്റ് പെർഫോമർ നേട്ടത്തിനും K മീര അർഹയായി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.